ബാക്കി ആൾക്കാരുടെ ഈ മുന്നോട്ടുള്ള കസേരകൾ കസേര എടുക്കണ്ട, അഞ്ഞു വന്നത് കേൾക്കാം. നിലവേൽ CDS കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീകളുടെ ക്ഷേമ പ്രവർത്തനത്തിനായി നൽകുന്ന ഫണ്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യായ MP ശ്രീ NK പ്രേമചന്ദ്രനാണ്. നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷയായി നിലവേൽ ഗ്രാമപഞ്ചായത്ത് CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമിലയെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ നല്ല ചടങ്ങ് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുയർത്തും കാലം. അതിരുകളില്ലാതരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം. കഥകൾ പറഞ്ഞും കരളു പകുത്തും തമ്മിൽ തണലായി മാറിയിടാം. തമ്മിൽ തണലായി മാറിയിടാം. തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാമെന്നതു കേട്ടിടാൻ. നിറയെട്ടെന്നും മാനവകൃത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചത്താൽ. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. പുതിയൊരു പുലരിയൊരുക്കാം. വസന്തമിനിയും നമുക്കു കൂടി പൊഴിച്ചു നൽകും പൂക്കൾ. വസന്തമിനിയും നമുക്കു കൂടി പൊഴിച്ചു നൽകും പൂക്കൾ. വിരിഞ്ഞു നിൽക്കാം വീതികൾ നീളെ വിധിവാക്യങ്ങൾ തിരുത്താം. വിരിഞ്ഞു നിൽക്കാം വീതികൾ നീളെ വിധിവാക്യങ്ങൾ തിരുത്താം. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം. പുതിയൊരു പുലരിയൊരുക്കാം. പുതിയൊരു പുലരിയൊരുക്കാം. പുതിയൊരു പുലരിയൊരുക്കാം. ദയവായി പഞ്ചായത്ത് മെമ്പർമാർ സ്റ്റേജിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഈ നല്ല ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ വൈസ് ചെയർപേഴ്സണായ ഷീല ആറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് വിവിധങ്ങളായ ഫണ്ടുകൾ നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ CDS ഭരണസമിതി നിലവിൽ വന്നിട്ട് 3 വർഷക്കാലം തികഞ്ഞു. നമ്മൾ ഭരണമേൽക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന JLG ഗ്രൂപ്പുകൾ വെറും 9 ആയിരുന്നു. അതിപ്പോൾ 68 ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതേ കണക്കിന് സംരംഭങ്ങളും വിരളിൽ എണ്ണാവുന്ന സംരംഭങ്ങളായിരുന്നു. അത് 76 ആയിട്ട് ഇപ്പോൾ ലൈവായി പ്രവർത്തിക്കുന്ന 76 സംരംഭങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ കുടുംബശ്രീ ഓരോ അയൽക്കൂട്ടങ്ങളിലും CDSന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തൊക്കെ ഫണ്ടുകൾ കിട്ടുമെന്നും ഒക്കെ അറിഞ്ഞു തുടങ്ങിയത് ഈ 3.5 വർഷക്കാലമായിട്ടാണെന്നാണ് എന്റെ അറിവ്. കുടുംബശ്രീ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നല്ല രീതിയിൽ നമ്മുടെ CDS നല്ല രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കാഴ്ചവെക്കുകയാണ്. ഞാനിവിടെ വന്നത് ഇന്ന് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിനാണ്. ഈ ഉപജീവനത്തിലൂടെ ഫണ്ടുകൾ നൽകുന്നതിന് വേണ്ടി
നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇതിന്റെ ബഹുമാനിയായ അധ്യക്ഷ നമ്മുടെ CDS ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമില ബീവിയെ ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ കൊല്ലത്തിന്റെ MP ആയ ശ്രീ പ്രേമചന്ദ്രൻ അവർകളെ ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ CDSന്റെ രക്ഷാധികാരിയുമായ ശ്രീമതി ഷമീന പറമ്പിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർമാർ, പഞ്ചായത്തിന്റെ ഭരണസമിതി വാർഡ് മെമ്പർമാരെയും നമ്മുടെ CDSന്റെ മെമ്പർ സെക്രട്ടറിയുമായ വാർഡ് മെമ്പർമാരെ ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ CDSന്റെ ചുമതലകൾ വഹിക്കുന്നതിന് നമ്മളെ നല്ല രീതിയിൽ നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുന്നതുമായ നമ്മുടെ മെമ്പർ സെക്രട്ടറിയെയും ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ CDS മെമ്പർമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും ADS അംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അയൽക്കൂട്ട അംഗങ്ങളെയും ഈ നല്ല ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായ കൊല്ലത്തിന്റെ നമ്മൾക്ക് ഏറ്റവും ഏറെ പ്രിയങ്കരനായ MP, ഉദ്ഘാടനത്തിന് നമ്മളെ പ്രിയങ്കരനായ MP-യും നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AM റാഫി അവർ, വൈസ് പ്രസിഡന്റ് AS, ഇവിടുത്തെ ബഹുമാനിയായ മദർ, നമ്മുടെ ആനുകൂല്യം ഏറ്റുവാങ്ങാൻ വന്ന മറ്റുള്ളവര്, ഈ വാർഡിന്റെ ADSന്റെ സെക്രട്ടറി പ്രസിഡന്റ്, ഈ വാർഡിന്റെ മെമ്പർ, മറ്റ് മെമ്പർമാർ, അക്കരവിള സജീവണ്ണൻ, ബാക്കി എല്ലാവരും, നമ്മുടെ മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിനുവണ്ണൻ, സ്വാഗതം പറഞ്ഞ വൈസ് ചെയർപേഴ്സൺ, ബഹുമാന്യരെ, നിലവിലെ അക്കൗണ്ടന്റ്, MEC, എല്ലാവർക്കുമായി 2022 ജനുവരി മാസം 26-ാം തീയതി പുതിയ കുടുംബശ്രീ CDSന്റെ ഭരണം നമ്മുടെ കൈകളിലേറ്റു. അന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇനി എന്ത് എങ്ങനെ എന്ന് പകച്ചു നിൽക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകാം, ഒന്നുകൊണ്ടും വിഷമിപ്പിക്കേണ്ട എന്ന് നെഞ്ചോട് ചേർത്ത് CDSന്റെ ഭരണസമിതിയെ ചേർത്ത് വിളിച്ചു. ഞങ്ങൾ ഓരോരുത്തരും CDSന്റെ ഓരോന്നിനെ കുറിച്ചും പഠിച്ചും വിലയിരുത്തിയും ചെറിയ ചെറിയ ഘട്ടങ്ങളായി മുന്നേറാൻ തുടങ്ങി. അഫിലിയേഷൻ പുതുക്കിയത് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലൂടെ ഇന്ന് ഈ 3.25 വർഷമായിട്ട് പോലും CDSന്റെ ഭരണസമിതി ഇതുവരെയും ഒരു നിലയുറപ്പിച്ചുള്ള പ്രവർത്തനത്തിൽ ആയിട്ടില്ല. കാരണം ഒരുപാട് പ്രതിസന്ധികൾ അതിനിടയിൽ ഈ ഇവിടെ വൈകിയ വേളയിൽ അതൊന്നും വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് എന്തെല്ലാം ഫണ്ടുകളും എന്തെല്ലാം പ്രവർത്തനങ്ങളിലൂടെയും കുടുംബശ്രീയായ നമ്മുടെ CDSന്റെ കീഴിലുള്ള വണ്ടികളെ മുന്നേറ്റാൻ പറ്റുമെന്ന് ഓരോന്നും മനസ്സിലാക്കി ഓരോ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഭരണസമിതി ഏൽക്കുമ്പോൾ 7 JLGയും 4 സംരംഭ യൂണിറ്റുമാണ് ഉണ്ടായിരുന്നത്. ഓരോ ജനങ്ങളെയും മുക്കും മൂലയിലും പോയി കണ്ടെത്തി അവർക്ക് എന്തെല്ലാം അവർക്ക് അഭിരുചിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി മുന്നോട്ട് പോയി. 4 അംഗങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ജോയിന്റ് ലേബർട്ടി ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവരെ കൃഷിക്ക് പ്രാപ്തരാക്കുകയും അവരെ പലിശ രഹിത വായ്പകൾ എടുത്തും ഇൻസെന്റീവ് സബ്സിഡിയും കൊടുത്തും 39 ഗ്രൂപ്പുകാർക്ക് അങ്ങനെ കൊടുക്കാനും സാധിച്ചു. ബാക്കി 27 ഗ്രൂപ്പുകൾക്ക് നമുക്ക് ഫണ്ടിനായി കൊടുത്തിട്ടുണ്ട്. സംരംഭകർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൽ തന്നെ എടുത്തു പറയാൻ അറിയപ്പെടുന്ന 4-5 സംരംഭകർ, 75 സംരംഭകർ ഉണ്ടെങ്കിൽ പോലും എടുത്തു പറയാവുന്ന 6 സംരംഭങ്ങൾ നിലവിൽ CDSന്റെ മാത്രമായാണ്. ഒന്നാമത് അലവര സ്പർശം എന്ന് പറയുന്ന നമ്മളൊരു വലിയൊരു സംരംഭം രൂപീകരിച്ച് സംസ്ഥാന മിഷൻ അറിയപ്പെടുന്ന അതിന്റെ അവാർഡിനായും കൊടുത്തിട്ടുണ്ട്. 11 അംഗങ്ങൾ കൊണ്ട് രൂപീകരിച്ച് അവരുടെ
കൈകൾ ഉണ്ടാക്കുന്ന നിങ്ങൾ പലരും ഉപയോഗിച്ച് കാണും. അങ്ങനെയുള്ള കുറെ സോപ്പ്, ലോഷൻ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ എല്ലാം നമ്മൾ കൊണ്ട് ചെയ്ത് അവർക്ക് 2.5 ലക്ഷം രൂപ ഫണ്ടും വന്ന് നമ്മൾ ഇന്ന് അവർക്ക് ഇവിടെ നൽകുകയാണ്. 1,90,000 രൂപയുടെ ബില്ല് സഹിതം അവർക്ക് നമുക്ക് നൽകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഗ്ലോബൽ ടൂറിസം ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നത് നമ്മുടെ നൂതനമായ ഒരു പ്രവർത്തനം കൊല്ലം ജില്ലയിൽ തന്നെ, കൊല്ലം ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തിലൊട്ടാകെ എടുത്തു പറയാവുന്ന ഒരു ടൂറിസം ഗ്രൂപ്പ് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇരിക്കുന്ന ഈ സ്ഥാപനം, ഇങ്ങനെയൊരു സ്ഥാപനം നമ്മളുടെ പുനലൂരിൽ നിന്ന് വന്ന ഒരു MBC ആണ്. അവിടെ ഇത് വിസിറ്റ് ചെയ്ത് അവരിങ്ങനെ ഈ സ്ഥാപനത്തെ വന്ന് കണ്ടെത്തുകയും ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു സംരംഭമായിട്ട് രൂപീകരിക്കുകയും അവരെ സംരംഭകരിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ആ സംരംഭർ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രോജക്റ്റ് നൽകുകയും അവർക്ക് തിരിച്ചടയ്ക്കാത്ത 2 ലക്ഷം രൂപയുടെ ഫണ്ട് നമ്മൾ ഇന്നിവിടെ കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു കാര്യമാണ്, അത് എടുത്തു പറയേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ടെക്നോളജി ഫണ്ട്, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കുന്തളമേ CDSന്റെ കീഴിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനവർക്കൊരു കടയോ മറ്റു കാര്യങ്ങളോ സ്ഥാപനമോ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ടെക്നോളജി ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് അവർക്ക് അവരുടെ നൂതനമായ സാധനങ്ങൾ വാങ്ങുന്നതിനും കടയെടുത്ത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ ഒരു ഫണ്ട് നമുക്ക് നെലിക്കുന്നാമൂൽ വാർഡിലെ ജഡായു സംരംഭ ഗ്രൂപ്പിന് നമ്മൾ ഇന്നിവിടെ നൽകുകയാണ്. CF ഫണ്ട് നമ്മൾ ഇതുവരെ CF ഫണ്ട് 48 ഗ്രൂപ്പുകാർക്ക് നിലവിൽ പഞ്ചായത്തിൽ കൊടുക്കുകയും ഇന്ന് നമ്മൾ ഇവിടെ 6 ഗ്രൂപ്പുകാർക്ക് നൽകുകയും ചെയ്യുന്നു. 4% പലിശയോടുകൂടി 2 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന ഒരു ഫണ്ട് നമ്മൾ ഇന്ന് കൊടുക്കുകയാണ്. പ്രവാസി ഭദ്രത, നമ്മളുടെ കോവിഡ് കാലത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി സംരംഭം ചെയ്യാൻ താല്പര്യമുള്ള അവർക്ക് പലിശരഹിതമായ 1 രൂപ പോലും പലിശയില്ലാതെ അവർക്ക് കൊടുത്ത് 1.5 ലക്ഷം രൂപ വരെ പലിശയില്ല വായ്പ കൊടുത്ത് സംരംഭം വികസിപ്പിച്ചെടുത്ത് അവരെ സംരംഭരാക്കുന്നതിന് വേണ്ടി നമ്മൾ 75,000 രൂപ ആദ്യ ഘട്ടമായിട്ടും ആ സംരംഭം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഘട്ടമായ 75,000 രൂപയും നൽകുന്നതിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ 6 ഗ്രൂപ്പുകാർക്ക് നൽകുന്നു. ഉപജീവനം കണ്ടെത്തുന്നതിന് വേണ്ടി പശു വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ, ആ രീതിയിൽ നമ്മുടെ CDSൽ നിന്ന് 15,000 രൂപ, 30,000 രൂപ, 50,000 രൂപ വരെ 4% പലിശയ്ക്ക് തിരിച്ചടയ്ക്കുന്നതായിട്ടൊരു ഫണ്ടും നമ്മൾ 45 ഗ്രൂപ്പുകാർക്ക് കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ഗ്രൂപ്പുകാരിൽ ഇന്നും കുറച്ചു പേർക്ക് നമ്മൾ നൽകുന്നതിനായി സാധിച്ചു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി നമ്മുടെ ഈ CDSന്റെ ഭരണസമിതിയിൽ നമുക്ക് നിലകൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയം താമസിച്ചു പോയിട്ടില്ല, പ്രവാസി പദ്ധതിയുടെ ലോണിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഇനി അവസരങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനായി നിലമേ CDSുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് ഏത് സമയവും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മളെ അക്കൗണ്ടന്റ്, നമ്മളെ AS, പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും എല്ലാ കാര്യങ്ങൾക്കും നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ മഹത്തായ ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി കൊല്ലത്തിന്റെ വികസന നായകനായ MPയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യായ അധ്യക്ഷ, നിലമ്പേൽ ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സൺ കൂടിയായ പ്രിയപ്പെട്ട ശ്രീമതി ഷാമില ബീവി, സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച CDSന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല R, പ്രധാന പ്രഭാഷണം നിർവഹിക്കുന്ന നിലമ്പേൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, ഈ പദ്ധതി വിശദീകരണം നടത്തുന്ന കൊല്ലം ജില്ലാ മിഷന്റെ ADMC ഉൽമേഷ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ റാഫി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീ AM റാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയശ്രീ, വാർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീമതി ലേഖ, ശൈലജ, അതുപോലെ വിനോദ്, അസീന മുഹമ്മദ്, വിനീത, സുനിൽ അസൽ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ബഡ്സൈവ
റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മേൽനോട്ടം വഹിക്കുന്ന, രക്ഷകർത്തൃത്വം വഹിക്കുന്ന ബദനി സിസ്റ്റേഴ്സിന്റെ ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മദർ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യത്തിൽ ബഡ്സൈദ പുനരധിവാസ കേന്ദ്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ കേന്ദ്രം സന്ദർശിക്കാനും ഇത്തരത്തിലൊരു ബദനി ആശ്രമത്തിന്റെ കീഴിലുള്ള സന്നദ്ധ സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണാനും അവസരമുണ്ടായത്. ദീർഘകാലമായി നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ശാരീരികവും മാനസികവുമായ ഭിന്നത നേരിടുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തെ നാടിന്റെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന സാഹസികമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനത്തിനാണ്, സേവന പ്രവർത്തനത്തിനാണ് സമർപ്പിത സേവനത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബദനി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ, ബദനി സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിഗേഷന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ ഭിന്നതകൾ നേരിടുന്ന സമൂഹത്തിന് ഒരു സംരക്ഷിത കേന്ദ്രമായി ഇത്തരത്തിലൊരു പ്രസ്ഥാനം നമ്മുടെ പ്രദേശത്ത് ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഏതാണ്ട് 50ഓളം പേർ ഒരു തരത്തിലും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന, പലതരത്തിലുള്ള ഭിന്നതകൾ നേരിടുന്ന 50ഓളം പേർ ഇന്ന് ഈ കേന്ദ്രത്തിൽ താമസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു മഹത്തരമായ, ഏറ്റവും മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനത്തിന്, സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് നിശബ്ദമായ സാമൂഹ്യ സേവനത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബദനി സിസ്റ്റേഴ്സിനെയും ഈ പുനരധിവാസ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന ബന്ധപ്പെട്ട എല്ലാവരെയും, നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇവിടത്തെ കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു മനോഹരമായിട്ടുള്ള ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടി ഞങ്ങൾ എല്ലാവരെയും സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ച് ഈ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. അപ്പൊ ഭിന്നമായ ശേഷി അല്ലെങ്കിൽ വ്യത്യസ്തമായ ശേഷി എന്ന് പറഞ്ഞൊരു കുറവല്ല. അതാണ് ആധുനിക സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതൊരു ന്യൂനതയല്ല. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ശേഷിയുള്ളവരാണ് സമൂഹത്തിൽ ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും ഡിഫറന്റ്ലി ഏബിൾഡ് ആണ്, ഭിന്നമായ ശേഷിയുള്ളവരാണ്. എനിക്കുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണമെന്നില്ല, നിങ്ങൾക്കുള്ള പല കഴിവുകളും എനിക്കുണ്ടാകണമെന്നില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളും ഭിന്നമായ ശേഷിയുള്ളവരാണ്. ഒരാളുടെ കഴിവ് മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഭിന്നശേഷി സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടെ താമസിക്കുന്നവർക്ക് അനിതര സാധാരണമായിട്ടുള്ള മറ്റ് പല കഴിവുകളും ഉണ്ടാകും. ആ കഴിവുകൾ നമ്മളിൽപ്പെട്ടവർക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ളവരെ, ഭിന്നശേഷിയുള്ളവരെ അകറ്റി നിർത്തുകയല്ല, അവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കരുതലോടും സംരക്ഷണത്തോടും കൂടി അവരെ പരിരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ശരിയായ ക്രിസ്തുവിന്റെ ദർശനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് സമാനമായിട്ടുള്ള സംരംഭമാണ് ബഡ്സൈദ അഭയകേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പുനരധിവാസ കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ കുട്ടികൾ ബാൻഡ് സെറ്റ് പഠിക്കാൻ, അത് ഭംഗിയായി വായിക്കാൻ, മാർച്ച് ചെയ്ത് ഇവിടം വരെ എത്തി നമ്മളെ സ്വീകരിക്കാനൊക്കെ അവരെ സന്നദ്ധമാക്കിയെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ എത്രമാത്രം നമ്മൾ പ്രകീർത്തിച്ചാലും പ്രശംസിച്ചാലും മതിയാകില്ല. അവർക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആവർത്തിച്ച് ആശംസകൾ നേരുകയാണ്. കഷ്ടിച്ച് 1 മാസം കൊണ്ടാണ് ഇത്രയും നല്ല രൂപത്തിൽ കാര്യമായ നിലയിൽ ചുവട് തെറ്റാതെ കൃത്യതയോടുകൂടി അവർ മാർച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. ഏതായാലും ഈ കേന്ദ്രത്തിൽ ഇനിയും വരാനുള്ള അവസരവും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു സന്ദർഭവുമായി ഇത് മാറി തീരട്ടെ എന്നുകൂടി ഞാൻ പ്രത്യേകം പ്രത്യാശിക്കുകയാണ്. ഇനി ഇവിടെ ബഹുമാന്യായിട്ടുള്ള അധ്യക്ഷ CDSന്റെ ചെയർപേഴ്സൺ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഈ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഈ ചടങ്ങിന്റെ പ്രാധാന്യം CDSന്റെ കീഴിൽ, കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വിവിധ തലങ്ങളിലുള്ള സാമ്പത്തിക വിതരണത്തിന്റെ, ആനുകൂല്യ വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച മഹത്തായ ഒരു സാമൂഹ്യ സംഘടനയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ പരിപോഷണമെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ആരംഭിച്ച മഹത്തായ ഒരു പരിപാടി. ആ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലകളിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്ത്രീകൾ, അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിൽ അടുക്കളയിൽ മാത്രമായി തടച്ചിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നവർ പൊതുരംഗത്തെ കടന്നു വന്നിരിക്കുന്നു, സാമൂഹിക രംഗത്തേക്കും സന്നദ്ധ പ്രവർത്തന രംഗത്തേക്കും കടന്നു വന്നിരിക്കുന്നു. അവർ സംരംഭകരായി മാറി തീർന്നിരിക്കുന്നു. അപ്പൊ വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണമാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. അത് സാമൂഹ്യമായ ശാക്തീകരണവുമുണ്ട്, സാമ്പത്തികമായ ശാക്തീകരണവുമുണ്ട്. ഇതിനകത്ത് സാമ്പത്തിക ശാക്തീകരണത്തിന് കൂടി മുൻകൈ എടുക്കുന്നു. അതുകൊണ്ടാണ് അവരെ സംരംഭകരാക്കി മാറ്റാനും അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രതിദിന വരുമാനം വർദ്ധിപ്പിക്കാനും ഉതകുന്ന നിരവധി സാമ്പത്തിക സംരംഭങ്ങൾക്കാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 27 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടങ്ങളിലൊക്കെ കേവലമായിട്ടുള്ള വായ്പ നൽകൽ മാത്രമായിരുന്നു. പരസ്പര സഹായ സഹകരണങ്ങൾ സംഘങ്ങൾ പോലെ 10-15 അമ്മമാര് സഹോദരിമാര് കൂടിച്ചേർന്ന് കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ആരംഭിച്ചു. ഇന്നത് വിപുലമായ സംരംഭങ്ങളായി മാറി തീർന്നു. അവരുടെ എല്ലാം നിത്യജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ കുടുംബം പോറ്റുന്നതോടൊപ്പം വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ കേവലമായ ഒരു വരുമാനത്തിന് കൂടിയുള്ള അവസരമുണ്ടായി. അതുവഴി സാമ്പത്തികമായ ഒരു കരുത്തും ശക്തിയും കൂടി നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത. അതൊരു വലിയ മാറ്റമാണ് കേരളത്തിൽ കഴിഞ്ഞ 27 വർഷക്കാലം കൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റം. അഭിമാനകരമായ മാറ്റമാണ് കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ അതുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം, അതുണ്ടാക്കിയിട്ടുള്ള പുരോഗതി, വളർച്ച. ഇന്ന് നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന CDS വളരെ ഫലപ്രദമായി, ഒരുപാട് പ്രതിരോധകരമായ വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് ഇവിടെ അധ്യക്ഷ CDSന്റെ ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വിവിധ ADS ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ്. ഞാൻ ഓരോന്നും വായിക്കാൻ ആഗ്രഹിക്കുന്ന ടെക്നോളജി ഫണ്ട്, സാങ്കേതികമായ സഹായം ചെയ്യുന്നതിന്റെ ഭാഗമായി എലിക്കുന്നാമുകൾ വാർഡിലെ ജഡായു ഗ്രൂപ്പിന് 86,000 രൂപയാണ് ഇന്നിവിടെ വെച്ച് നൽകുന്നത്. റിവോൾവിംഗ് ഫണ്ട്, അതെനിക്കൊന്നും തിരിച്ചു കൊടുക്കേണ്ടുന്ന ഫണ്ടാണ്. ഹിബ ടെക്സ്റ്റൈൽസ്, അതുപോലെ SFS ഗ്രൂപ്പ്, ആസാദ് ഗ്രൂപ്പ്, നാട്ടുരുചി സംരംഭം. ഒന്ന് കോളേജ് വാർഡില്, ചേറാട്ടുകുഴി ടൗൺ വാർഡ്, വല്യവഴി വാർഡുകളിലായി ഏതാണ്ട് 10,000-15,000 രൂപ വെച്ചിട്ടാണ് അവർക്ക് റിവോൾവിംഗ് ഫണ്ട് ഇനത്തിൽ ഇന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നത്. തിരിച്ചടക്കേണ്ടാത്ത ഗ്രാന്റാണ്, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, തിരിച്ചടക്കേണ്ടാത്ത ഗ്രാന്റാണ് ഞാൻ ഈ പറയുന്ന പ്രത്യാശ ഫണ്ട്. ആ പ്രത്യാശ ഫണ്ട് എന്ന് വന്ന് ശാന്തി ഗാർമെന്റ്സ് എലിക്കുന്നാമുകൾ 50,000 രൂപ, ശാലോം ബുക്ക് പ്രിന്റിംഗ് മുരുക്കുമൺ ഈ പ്രദേശത്ത് 1,00,000 രൂപ. ശാലോം ബുക്ക് പ്രിന്റിംഗ് ഇവിടെ തന്നെ നടക്കുന്നൊരു സംരംഭം, ഈ കേന്ദ്രത്തിൽ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ തന്നെ നടക്കുന്ന ഒരു സംരംഭമാണ് ശാലോം ബുക്ക് പ്രിന്റിംഗ്. അമല കാൻഡിൽ വർക്സ്, അതും ഇവിടെ തന്നെ നടക്കുന്നതാണ്, 1,00,000 രൂപ വീതം. അതുപോലെ ചിപ്പീസ് ടെക്സ്റ്റൈൽസ് എലിക്കുന്നാമുകൾ 25,000 രൂപ, ലക്ഷ്മി ഗാർമെന്റ്സ് 25,000 രൂപ. പ്രത്യാശ ഫണ്ടനത്തിൽ ഏതാണ്ട് 3,00,000-ഓളം രൂപ ഇന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ CF എന്ന പേരിൽ ബിസ്മി ഫുഡ് പ്രോഡക്ട്സ്, അമ്മൂസ് ഹോം മെയ്ഡ് കേക്ക്, ബിസ്മില്ല ഹോട്ടൽ, കുടുംബശ്രീ മിനി സൂപ്പർ മാർക്കറ്റ്, ബിസ്മി സംരംഭം, മഹാദേവ സ്റ്റോർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ രേവതി സംരംഭം, ദമാം ഫുഡ് കോർട്ട്, ബിലാൽ ഫുഡ് കോർണർ, മിൻഹ തട്ടുകട, ഡി ടൈം സംരംഭം, ടീ ടൈം സംരംഭം, പ്രഭ ഓട്ടോ ടാക്സി, അതും ഏതാണ്ട് 75,000 രൂപ മുതൽ വിവിധ തലങ്ങളിൽ അതിന്റെയൊക്കെ മാനദണ്ഡം അനുസരിച്ച് 50,000 രൂപ വരെയുള്ള വിവിധ തലത്തിലുള്ള ഇത്രയും പേർക്ക്, ഇത്രയും ഗ്രൂപ്പുകൾക്ക്, ഏതാണ്ട് 6-12 ഗ്രൂപ്പുകൾക്ക്
അത് പ്രവാസി ഭദ്രതാ വായ്പ, അത് വായ്പയാണ്. മറ്റത് CF. ഏറ്റവും ഒടുവിൽ ഷാനിഫ ഉഷാകുമാരി എന്നിവർക്ക് വ്യക്തിഗതമായി 15,000 രൂപ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനത്തിൽ അലോവര സ്പർശ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് കോളേജ് വാർഡ് 1,90,000 രൂപ. ഇത്രയും തുകയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മൊത്തം എത്ര വരും? മൊത്തം എമൗണ്ട് മൊത്തം 13,10,000 രൂപയാണ് ഈ കൊച്ചു സമ്മേളനത്തിൽ വെച്ച് ഇന്ന് വിവിധ ഗ്രൂപ്പുകൾക്കായി വിതരണം ചെയ്യുന്നത്. കൃത്യമായ കണക്കില്ലേ? 21 ലക്ഷം, 13 ലക്ഷമല്ല, 21,10,000 രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഈ വളരെ ഹ്രസ്വമായ ലളിതമായ ചടങ്ങിൽ വെച്ച് നിലമേൽ എന്ന ചെറിയ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്കായി വിതരണം ചെയ്യുന്നത് 21 ലക്ഷത്തിലധികം രൂപയാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്ത്രീ സമൂഹത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കുക, സംരംഭങ്ങൾ ആരംഭിക്കാനും നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരാക്കി അവരെ മാറ്റിത്തീർക്കുക. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവർ സ്ത്രീകളാണ്. 1 രൂപ പോലും, 1 നയാ പൈസ പോലും പാഴിക്കളയാതെ അത് കൃത്യതയോടുകൂടി പരിപാലിച്ച് കുടുംബത്തിന്റെ ആവശ്യത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി വളരെ സാമ്പത്തികമായ അച്ചടക്കത്തോടുകൂടി വിനിയോഗിക്കുന്നവരാണവർ. അപ്പൊ അവരുടെ കയ്യിൽ കിട്ടുന്നത് സുരക്ഷിതമായിട്ടുള്ളൊരു ഫണ്ടാണ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയാണ്. വ്യക്തി, കുടുംബം, സമൂഹം, അതാണല്ലോ രാഷ്ട്രം. ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു കുടുംബം, ആ കുടുംബമാണ് സമൂഹം, അതാണ് രാഷ്ട്രം. അപ്പൊ രാഷ്ട്ര പുരോഗതി എന്നാൽ നമ്മുടെയൊക്കെ പുരോഗതിയും വളർച്ചയുമാണ്. നമ്മുടെയൊക്കെ സാമ്പത്തികമായ വളർച്ചയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്ന് വിവക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം സാധാരണക്കാർക്ക് കൂടി ലഭിച്ചാൽ മാത്രമാണ് ആ വളർച്ച, സാമ്പത്തിക വളർച്ച, ഒരു ഇക്വിറ്റബിൾ അല്ലെങ്കിൽ നീതിപൂർവകമായ സാമ്പത്തിക വളർച്ചയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക വളർച്ച അതിസമ്പന്ന ധനിക വിഭാഗത്തിന് കിട്ടിയതുകൊണ്ട് രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയുണ്ടായി എന്ന് പറയാം. പക്ഷെ അത് നീതിപൂർവകമായ സാമ്പത്തിക വളർച്ചയല്ല, അല്ലെങ്കിൽ സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയല്ല, ന്യായയുക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയല്ല. അത് അതിസമ്പന്ന ധനിക വർഗത്തിനും കോർപ്പറേറ്റ് മൂലധന കമ്പനികൾക്കുമൊക്കെ ലാഭവും നേട്ടവും ഉണ്ടാകുമെന്നുള്ള അല്ലാതെ അതിന്റെ ഫലം പലപ്പോഴും സാധാരണക്കാർക്കുണ്ടാകില്ല. അപ്പൊ ഇവിടെ 21 ലക്ഷത്തോളം രൂപ നമ്മുടെ ഈ ചെറിയ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നൽകുമ്പോൾ അത് നമ്മുടെ കമ്പോളത്തിൽ ആ പണം ഉണ്ടാകും, അത് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ചലനം, അതൊക്കെയാണ് നാടിന്റെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയും. അതിനുതകുന്ന മാതൃകാപരമായ ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന നിലമേൽ ഗ്രാമപഞ്ചായത്തിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഇവിടെ ഷമീല ബീവിയുടെ നേതൃത്വത്തിൽ ഷാമില ബീവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘാടകരായിട്ടുള്ള CDSന്റെ മുഴുവൻ പ്രവർത്തകരെയും അവരോടൊപ്പം സഹകരിക്കുന്ന ADS പ്രവർത്തകരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ഒക്കെ ഈ അവസരത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഞാനിത് പറയുമ്പോൾ CDSന്റെ പ്രവർത്തനം പഞ്ചായത്തിൽ നിന്ന് വേറിട്ടതല്ല. പഞ്ചായത്ത് ഭരണസമിതി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കുടുംബശ്രീ പ്രസ്ഥാനവും ഫലപ്രദമായി പ്രവർത്തിക്കൂ. അതിൽ ഷമീന പറമ്പിലിന്റെ നേതൃത്വത്തിൽ റാഫിയുടെയും MA റാഫിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ക്രിയാത്മകമായ നേതൃത്വം, രക്ഷകർതൃത്വം, ഇടപെടൽ, അതുമെല്ലാം ഇത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് സഹായകരമായി തീർന്നിട്ടുണ്ട്. ആ നിലയിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു നല്ല ചടങ്ങിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. ഈ ആനുകൂല്യ വിതരണം നടത്തുന്ന കേന്ദ്രത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. വളരെ മാതൃകാപരമായിട്ടുള്ള നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബദനി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ 21 ലക്ഷത്തിലധികം രൂപയുടെ ധനസഹായം, ചിലത് തിരിച്ചടയ്ക്കുന്നതും ഭൂരിപക്ഷവും തിരിച്ചടയ്ക്കേണ്ടാത്തതുമായിട്ടുള്ള ഈ ധനസഹായ വിതരണത്തിലൂടെ സാമ്പത്തികമായി നമ്മുടെ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്നത്. ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന ബന്ധപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട്, അനുമോദിച്ചുകൊണ്ട്
സമ്മേളന വേദിയിലും സദസ്സിനുമുള്ള അഭിവന്ദരായിട്ടുള്ള സിസ്റ്റേഴ്സ് അടക്കം ജനപ്രതിനിധികളടക്കം മറ്റ് ജനനേതാക്കളടക്കം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ നല്ല ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് മുഴുവൻ ഓരോരുത്തരായി വിതരണം ചെയ്യും. ഓരോരുത്തരും അവരുടെ പ്രസംഗത്തിന് ശേഷം ഈ ഓരോ ഗ്രൂപ്പുകൾക്കായിട്ട് ഇത് വിതരണം ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. 2 പേർക്ക് ഇത് വിതരണം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് CDS ചെയർപേഴ്സൺ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ തുക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. 1 മുരുക്കുമൺ അമല കാൻഡിൽ വർക്ക്സ് 1 ലക്ഷം രൂപ, ശാലോം ബുക്ക് പ്രിന്റിംഗ് മുരുക്കുമൺ 1 ലക്ഷം രൂപ. 2ന്റെയും പ്രതിനിധികളെ ഈ വേദിയിലേക്ക് ഈ തുക ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി നിലമേൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പലിനെ ക്ഷണിക്കുന്നു. നല്ല ചടങ്ങിന്റെ ഏറ്റവും ബഹുമാന്യ അധ്യക്ഷ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷാമില ബീവി, ഇത് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ കൊല്ലത്തിന്റെ MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർകൾ, ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർമാർ, CDSന്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ, CDS മെമ്പർമാർ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ പ്രിയപ്പെട്ട മദർ, ഈ സ്ഥാപനത്തിന്റെ ഇവിടുത്തെ സിസ്റ്റർമാർ, ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ അന്തേവാസികൾ, ഏറ്റവും പ്രിയമുള്ളവരെ, മുഖ്യപ്രഭാഷണത്തിനാണ് വിളിച്ചത്. മുഖ്യപ്രഭാഷണമൊന്നുമില്ല, അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ മുറ്റത്ത് വന്നിരുന്നപ്പോൾ വളരെ ഒരു സമാധാനം കിട്ടിയെന്നുള്ളത് എന്നെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരിടമാണിത്. ഇവിടെയുള്ള കുട്ടികൾക്ക് അവരെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ഒരു കൈത്തൊഴിൽ അവർ പരിശീലിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഔദാര്യത്തിന് അപ്പുറം അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു മാന്യതയുടെ ഓരോ വ്യക്തിയുടെയും മാന്യതയുടെ ലക്ഷണമാണ്. അപ്പൊ ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഓരോരുത്തരുടെയും, ഇവിടെ നേരത്തെ സംസാരിച്ച പോലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ട്. അവരുടെ ബാൻഡ് ഗ്രൂപ്പിന്റെ ഉദ്ഘാടനത്തിന് 2 മാസത്തിന് മുമ്പ് ഇവിടെ വരാൻ കഴിഞ്ഞു. ആ ഒരു സാറ് പറഞ്ഞത് നല്ല ശേഷിയുള്ള കുട്ടികളെ പോലും നമുക്ക് ഇത്രയും പെട്ടെന്ന് പുള്ളിക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ കുട്ടികൾ അത് ഇത്രയും ഭംഗിയായി പഠിച്ചെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭിന്നശേഷി എന്ന് പറയുന്നത് വിഭിന്നങ്ങളായ ശേഷികളാണ്. അത് നമുക്ക് ഇവിടുത്തെ ഇവിടെ പ്രാർത്ഥനാഗീതം പാടിയ കുട്ടിയുടെ പാട്ടുൾപ്പെടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ അത്തരത്തിൽ എവരെയും കൂടി നിലമേൽ CDSന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിലമേൽ പഞ്ചായത്തിൽ എവിടെയെങ്കിലും വെച്ച് നടത്തേണ്ടുന്ന ഒരു പരിപാടി, നമ്മുടെ ഹാളിൽ വെച്ച് നടത്തേണ്ടുന്ന പരിപാടി ഇന്ന് ബത്സൈദയുടെ മുന്നിൽ വെച്ച് നമ്മൾ നടത്തിയത്. ഈ സിസ്റ്റർമാരെ കൂടി പങ്കെടുപ്പിച്ച് ഇവിടുത്തെ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മുറ്റത്ത് വെച്ച് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഇവിടെ വെച്ച് നടത്തിയത് നന്നായി എന്ന് കരുതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളിൽ പലരും നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥാപനമായിട്ട് പോലും
പലരും കുറേയേറെ പേര് ഇവിടെ വരുന്നതാണ്. പക്ഷെ പലരും ഇവിടെ ആദ്യമായിട്ടായിരിക്കും വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 21,10,000 രൂപ ഇവിടെ വെച്ച് പിന്നെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പല തലത്തിലാണ് വിതരണം ചെയ്യുന്നത്. നേരത്തെ MP പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യത്തിൽ ഏറ്റവും കൃത്യത പാലിക്കുന്ന ആൾക്കാരാണ് കുടുംബശ്രീ സംവിധാനത്തിലുള്ളവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കുകൾ, നമ്മുടെ നിലമേലത്തെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും കുടുംബശ്രീ സംവിധാനത്തിന് ലോണുകൾ തരുന്നതിന് വേണ്ടി മത്സരമാണ്. ഫെഡറൽ ബാങ്കിലെ മാനേജർ പോയി കഴിയുമ്പോൾ ഉടനെ കാനറ ബാങ്കിലെ മാനേജർ വരും, പിന്നെ SBIയിലെ മാനേജർ വരും. CDS ചെയർപേഴ്സണിന്റെ അടുത്ത് പറഞ്ഞതിനപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂടെ കണ്ടിട്ട് അവർ ശുപാർശിക്കാൻ വരുന്നത്. കാരണം കുടുംബശ്രീ സംരംഭകർക്ക് അവർ ലോൺ കൊടുക്കാൻ സദാ സന്നദ്ധരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക്, മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇതൊരു പെൺ കൂട്ടായ്മയുടെ വിജയമാണ്. ഇവിടെ CDS ചെയർപേഴ്സൺ ശ്രീമതി ഷാമില VV, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല ഉൾപ്പെടെ 13 വാർഡിലെയും CDS മെമ്പർമാർ അവരുടെ വാർഡിൽ കൃത്യമായി ഇടപെടലുകളും ജോലികളും ചെയ്യുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ശ്രീമതി ഷാമില ബിയുടെ നേതൃത്വത്തിലുള്ള CDSന് ഇത് കാര്യക്ഷമമായി നിർവഹിക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും മുന്നോട്ട് വളരെ വിജയകരമായി സ്ത്രീ ശാക്തീകരണ രംഗത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്തിന്റെ ബഹുമാന്യായ വൈസ് പ്രസിഡന്റ് M. റാഫി അവർകളെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട CDSന്റെ ചെയർപേഴ്സൺ ഷാമില ബി, ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ MP ശ്രീ പ്രേമചന്ദ്രൻ അവർ, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ഷമീന പറമ്പിൽ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും അസ്വസ്ഥതയിലാണ്. കാര്യം മഴ പെയ്യും, 5 മണിയായി, കൂടുതൽ ചൂട്, ചായയിൽ മധുരം കുറവ്, ചായ നല്ല രീതിയിൽ എന്നുള്ള എല്ലാ വിഷയങ്ങളും ഇരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംഭവം 27 വർഷം മുമ്പ് കേരളത്തിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ഈ കുടുംബശ്രീയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. കാര്യം കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ കുടുംബത്തിന്റെ ഐക്യവും സാമ്പത്തിക ഭദ്രതയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി വളരെ ഫലപ്രദമായ രീതിയിൽ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. നമ്മളെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ മാറ്റുന്നതിന് കുടുംബശ്രീയുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനം വളരെ ഫലപ്രദമായിരുന്നു. നമ്മളെ MP പറഞ്ഞ പോലെ സാമ്പത്തിക ശാക്തീകരണത്തിന് കുടുംബശ്രീ എന്നും മുന്നിലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും ഫണ്ടുകൾ നിങ്ങൾക്ക് തന്നെ ലോൺ എടുക്കാനും അല്ലെങ്കിൽ വായ്പകൾ എടുക്കാനും ബാക്കിയുള്ളതല്ലാതെ ഇപ്പോൾ തന്നെ ഇവിടെ 21 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. അതിന് മുഖ്യ പങ്കും തിരിച്ചടവിൽ ആ പൈസ മാത്രം പലിശരഹിതമായതും പിന്നെ അതിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾ കൃത്യസമയത്ത് അടച്ചുകൊണ്ടിരുന്ന 30% റിഡക്ഷൻ കിട്ടുന്നതുമായ സ്കീമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും കിട്ടുന്നതും. അതെല്ലാം നമുക്ക് തന്നെ നമ്മളെ സമൂഹത്തിലെ നമ്മളെ ഓരോരുത്തരെയും വീട്ടിൽ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ പല ബാങ്കുകൾ മുഖാന്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൈസയെല്ലാം നമുക്ക് കിട്ടാനുള്ള കാര്യം നമ്മൾ കുടുംബശ്രീ എന്ന യൂണിറ്റായിട്ട് നിന്നുകൊണ്ട് നമ്മൾ സംരംഭം തുടങ്ങി ആ സംരംഭത്തിൽ നിന്ന് ലാഭം എടുക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുള്ളതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം, ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അംബാസഡർ വണ്ടിയായിരുന്നു. 99.9% ഉപയോഗിച്ചിരുന്ന അംബാസഡർ വണ്ടിയാണ്. ഇന്ന് അംബാസഡർ വണ്ടി നിരത്തിലില്ല. കാര്യം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ആ കമ്പനി ഈ മാറ്റം ഉൾക്കൊള്ളാൻ, ഇന്നത്തെ രീതിയിലുള്ള പുതിയ ടെക്നോളജി ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവാതെ വന്നുകൊണ്ട് ആ കമ്പനി തന്നെ പൂട്ടിപ്പോണ്ടി വന്നു. കാരണം ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ രീതിയിലുള്ള ടെക്നോളജിയിൽ ആ കമ്പനി ഉൾക്കൊണ്ടില്ല. അവർ ആ പഴയ രീതിയിൽ 50 മോഡല് 50-70 മോഡലിൽ അതേ രീതിയിലുള്ള അംബാസഡർ കമ്പനി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്
അംബാസഡർ ഗാർഡനെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇന്നാരും അതിന്റെ പുറകിൽ പോകുന്നില്ല. ഇന്ന് ടെക്നോളജി മാറി ആ രീതിയിലുള്ള പുതിയ പുതിയ പുത്തൻ കാറുകൾ വന്നപ്പോൾ പുത്തൻ വിപണികൾ, പുത്തൻ കാറുകൾ, പുത്തൻ കമ്പനികൾ ഏറ്റെടുത്തു. അംബാസഡർ എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി കാണാനേ ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏത് രീതിയാണോ ആ രീതിയിലേക്ക് മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഫണ്ട് വിതരണമാണ്. അത് കഴിഞ്ഞ് ബാക്കി ഭാരതപരമായ ആശംസ അറിയിക്കും. ജഡായു സംരംഭ ഗ്രൂപ്പ് എലിക്കുന്നാമുകൾ ടെക്നോളജി തിരിച്ചടയ്ക്കാത്ത ഫണ്ടായ 86,000 രൂപ കൈപ്പറ്റുന്നതിന് വേണ്ടി ജഡായു ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നു. ഫണ്ട് നൽകുന്നതിന് ബഹുമാനിയായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഹിബ ടെക്സ്റ്റൈൽസ് തിരിച്ചടിക്കാത്ത 10,000 രൂപ റിവോൾവിംഗ് ഫണ്ട്. ആസാദ് ഗ്രൂപ്പ് ചേറാട്ടുകി വൈസ് പ്രസിഡന്റ്. ആസാദ് ഗ്രൂപ്പ് നാട്ടുരുചി അടുത്ത് നിൽക്കണേ. അടുത്ത് ശാന്തി ഗാർമെന്റ്സ് എലിക്കുന്നാമുകൾ 50,000 രൂപ തിരിച്ചടയ്ക്കാത്ത ഫണ്ടാണ്. അടുത്ത വാർഡ് മെമ്പർ ലേഖ. ശാന്തി ഗാർമെന്റ്സ് എലിക്കുന്നാമുകൾ 50,000 രൂപ തിരിച്ചടയ്ക്കാത്ത ഫണ്ടാണ്. ചിപ്പീസ് ഗാർമെന്റ്സ് തിരിച്ചടയ്ക്കാത്ത തുകയായ 25,000 രൂപ ശൈലജ മെമ്പർ കൊടുക്കും. അടുത്ത ലക്ഷ്മി ഗാർമെന്റ്സ് വിനീത. ബിസ്മി ഫ്രൂട്ട് പ്രോഡക്റ്റ് ചേറാട്ടുകി. ബിസ്മി ഫുഡ് പ്രോഡക്റ്റ് ചേറാട്ടുമുഖി 50,000 രൂപ. അമ്മോസ് ഹോം മെയ്ഡ് കേക്ക് പുതുശ്ശേരി വാർഡ്. ജയശ്രീ അമ്പരന്തി. ഇപ്പം ബിസ്മി അമ്മോസ് ഹോം മെയ്ഡ് കേക്ക്. CDS മെമ്പറായ സ്മിത പഴയ വാർഡ് മെമ്പർ കൂടിയാണ്. ബിസ്മില്ല ഹോട്ടൽ മുരുക്കുമൺ 50,000 രൂപ. ബിസ്മില്ല ഹോട്ടൽ. കുടുംബശ്രീ മിനി സൂപ്പർ മാർക്കറ്റ്. CDS മെമ്പർമാരെ വേദിയിലോട്ട് വരണേ. സുരുള് പറ. കുടുംബശ്രീ മിനി സൂപ്പർ മാർക്കറ്റ് 50,000. ജയശ്രീ അമ്പർ ഉണ്ട്, എല്ലാവർക്കും കൊടുക്കാനും ഉണ്ട്. സജീന കുടുംബശ്രീ ബിസ്മി സംരംഭ വൈസ് ചെയർപേഴ്സൺ 50,000 രൂപ. മഹാദേവ സ്റ്റോഴ്സിന്റെ ആളുണ്ടോ? മഹാദേവ സ്റ്റോഴ്സിന്റെ ആളുണ്ടോ? അവരെന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു.
അവർ എത്തത്തില്ല എന്ന്. ബിസ്മിയുണ്ട്. ബിസ്മി അവരുടെ പേര് അവർക്കറിയാം. ശൈല. രേവതി സംരംഭം. രേവതി ദമാം ഫുഡ് കോർട്ട്. അടുത്തടുത്ത് വരണേ. ഏതാണ്? ഇല്ല, രേവതി നിങ്ങളല്ല. പ്രവാസി തരാം. ഒരുപാട് ഇരിക്കുന്നുണ്ട് പ്രവാസി. രേവതി. അത് രേവതി സംരംഭം. എലിക്കുന്നാമുകൾ. എലിക്കുന്നാമുകൾ ഞാൻ തന്നെ. ദമാം ഫുഡ് കോർട്ട് കേസ് കൊടുക്കട്ടെ. പ്രവാസി ഭദ്രതയുടെ 50,000 രൂപ. ആദ്യത്തെ ഗഡുവായ 50,000 രൂപ. ദമാം അവരെത്തിയില്ല. ബിലാൽ ഫുഡ് കോർട്ട്. ബിലാൽ. പ്രവാസി ഭദ്രത. പ്രവാസ ജീവിതം. കൊറോണ സമയത്ത് തിരിച്ചു വന്ന് ഇവിടെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി പലിശരഹിത വായ്പയാണ് പ്രവാസി ഭദ്രത. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അപേക്ഷ എടുക്കുന്നുണ്ടേ. മിൻഹ തട്ടുകട ബംഗ്ലാകുന്ന്. സജീന. പ്രഭാകരുക. ടീ ടൈം സംരംഭം ആരാണ്? നിഷ. മുരുക്കുമൻ വാർഡ് മെമ്പർ. മുരുക്കുമൻ വാർഡ് മെമ്പർ. പ്രഭ ആട്ടോ ടാക്സി സംരംഭം. SFS ഗ്രൂപ്പ്. തിരിച്ചടയ്ക്കാത്ത 15,000 രൂപ. SFS. ഷാനിഫ എലിക്കുന്നാമുകൾ 50,000. ഉഷ മുളൈക്കോണം 15,000. ഉഷ. ഒന്നും പറയുന്നില്ല. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഉഷാകുമാരി. അത് 50,000 അവർക്ക്. ഷാനിഫ ബീജ്. ഉഷാകുമാരി. അലോവര സ്പർശ്. നമ്മുടെ CDSന്റെ നല്ല ഒരു സംരംഭമായ അലോവര സ്പർശ് നടത്തുന്ന റുക്സാന ആൻഡ് പാർട്ടി. അവർക്ക് 1,90,000 രൂപയാണ് ഫണ്ടായിട്ട് കൊടുക്കുന്നത്. കൊടുക്കി. ഉഷാകുമാരി വാങ്ങിയിരുന്ന നീ വാങ്ങിക്കും. വെച്ചിട്ട് കൊടുക്കും. മഹാദേവ സ്റ്റോഴ്സ് കൈതോട്.
ഉത്തമാമന്റെ ആള് ഉഷകുമാരിയുടെ ആള് വന്നില്ല. നമ്മുടെ നല്ല ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിനായി പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM റാഫി അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള നമ്മുടെ ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷ നിലമേൽ ഗ്രാമപഞ്ചായത്തിലെ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷാമില ബിവി, നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച CDSന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല ആർ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കൊല്ലത്തിന്റെ പ്രിയങ്കരനായ ബഹുമാനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ, വേദിയിലുള്ള ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷമീന, വൈസ് പ്രസിഡന്റ് കിഴക്കങ്കർ റാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി S ജയശ്രീ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ലേഖ, ശൈലജ ബീവി, SL സുനില്, ഹസീന ബുഹാദ്, CDS മെമ്പർമാരായ ശ്രീമതി സീന, ശ്രീമതി സ്മിതാഗോർ. ഞാൻ 5 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്നു, പക്ഷെ പേര് പെട്ടെന്ന് പറഞ്ഞു. എന്തായാലും മറ്റ് CDS മെമ്പർമാർ, നമ്മുടെ ഈ വിതരണം ചെയ്ത ഫണ്ട് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയ ഏറ്റവും ബഹുമാന്യരായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ മഹത്വമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നിലമേൽ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ മഹത്വം കൂടുന്നത് തന്നെ നമ്മൾ ഇതിനൊരു വേദി ഇത്തരത്തിലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ പരിപാടി നടത്താൻ തിരഞ്ഞെടുത്തതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ മഹത്വം. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ പോലെ നിർദ്ധരരും നിരാലംബരുമായ 10-50ഓളം വരുന്ന അന്തേവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അവരുടെ നിത്യജീവിതത്തിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബശ്രീ വഴി തിരിച്ചടയ്ക്കാത്ത 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് ഇന്നിവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി വിതരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതൊരു വലിയ മഹത്തായ ഒരു പരിപാടിയാണ്. ആ ഫണ്ട് വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒരു നല്ല പരിശ്രമം നടത്തി അത് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ച CDS ചെയർപേഴ്സണെയും CDS അംഗങ്ങളെയും നിലമേൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒട്ടേറെ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നടന്നു വരികയാണ്. ചെറുതും വലുതുമായ 2, 3, 4, 5 പേർ ചേർന്നുകൊണ്ട് 8, 10 പേർ ചേർന്നുകൊണ്ട് ചെറുതും വലുതുമായ നിരവധിയായ സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നു. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന JDS സംവിധാനമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിന് വളരെ ഉത്തരവാദിത്വ നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സീമയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ ഇവിടെ ഈ ഫണ്ട് അരോവര സ്പർശം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനം, അതിന്റെ പേര് തന്നെ എനിക്ക് തോന്നുന്നു സീമ കണ്ടെത്തിയ പേരാണ്. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ തെറ്റാണെങ്കിൽ സീമ അല്ലെങ്കിൽ കുഴപ്പമില്ല തന്നെ. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു സംരംഭം സത്യത്തിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. ഇവിടുത്തെ വൻകിട ടാറ്റായും അല്ലെങ്കിൽ അതുപോലെ വൻകിട കമ്പനികളൊക്കെ ചെയ്യുന്ന ഈ സോപ്പും മറ്റ് ലോഷനും ഒക്കെ വളരെ അനായാസം, സത്യം പറഞ്ഞാൽ അതിന്റെ കൈ കഴുകിക്കഴിഞ്ഞാൽ കയ്യിലുള്ള നമ്മൾ എപ്പോഴും വിചാരിക്കും കയ്യിൽ അഴുക്കില്ല, സോപ്പൊന്ന് കൂട്ടി കഴുകിയാൽ കയ്യിൽ അഴുക്ക് പോകത്തില്ല. പക്ഷേ ഈ സാധനം, ഈ ലോഷൻ ഒരല്പം എടുത്ത് നമ്മൾ കയ്യിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരി അഴുക്കുകൾ, നമ്മൾ എത്ര വൃത്തിയായി പോയി ഇരുന്നാൽ ശരി, ഇത് കൈ കഴുകുമ്പോൾ ഇതിന് അഴുക്ക് പോകുന്നതായിട്ട് കാണാം. ഞാൻ എന്റെ അനുഭവത്തിൽ ഒരുപാട് കൈയൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിലും ഈ അരോവര സ്പർശിന്റെ ഈ സാധനം ലോഷൻ ഉപയോഗിച്ച് കഴിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്രയും അഴുക്കൊക്കെ നമ്മുടെ കൈകളിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമ്മുടെ സഹോദരിമാർ ഒരു ചെറുതും വലുതുമായി തുടങ്ങുന്ന സംരംഭങ്ങൾ അതിന് സർക്കാർ വഴി, കുടുംബശ്രീ വഴി, പഞ്ചായത്ത് വഴി നിരവധിയായ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി അവർ ആ സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മളെ ഏതെങ്കിലും കുത്തക മുതലാളി വരെ സഹായിക്കാൻ വേണ്ടി വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി, ഇപ്പൊ കൂടുതൽ ആൾക്കാരും ലുലു മാളിലൊക്കെ പോയി സാധനം വാങ്ങുന്ന ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ലുലു മാളിൽ ചെന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 10 പേരെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പം നമ്മൾ വിചാരിക്കാനും പോകുന്നില്ല, എല്ലാവരും അവിടെയൊക്കെ പോയി മേടിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ പോയി മേടിക്കുമ്പോഴും
നമ്മളെ സഹോദരിമാര് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന വൻകിട കമ്പനികളെ പോലും വെല്ലുന്ന രീതിയിലുള്ള മികച്ച നിലവാരത്തിലുള്ള ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടുമുറ്റത്തും ചുറ്റുവട്ടത്തും നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്റെ വാർഡത്തിന് എനിക്ക് അഭിമാനമുണ്ട്. ഒരു യൂണിറ്റ് ആദ്യമായിട്ട് അവിടെ ഒരു എന്താ യൂണിറ്റ് പേര് എന്താണ് ഒരു SFS ഗ്രൂപ്പ്, അവര് ഒരു ഗ്രൂപ്പ് കൂടി ഒരു സംരംഭം നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ വിജയകരമായ എന്റെ പ്രവർത്തനം പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ബാങ്ക് ലോണും അതുപോലെ തന്നെ കുടുംബശ്രീ വായ്പയൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അവർ 7 പേര് കൂടി അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും വളരെ മികച്ച രീതിയിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുടുംബശ്രീ കൂടി കടമ 10-20 രൂപ നിക്ഷേപിച്ച് അതിൽ നിന്ന് ചെറിയൊരു തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വായ്പയായി കൈമാറിക്കൊണ്ടിരുന്ന സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ച് കുറ്റമറ്റ രീതിയിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നേട്ടങ്ങളുമായി നമ്മളെ CDS സംവിധാനം മുന്നോട്ട് പോവുകയാണ്. അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന CDS സംവിധാനത്തിനെയും അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്ന നിങ്ങളെല്ലാവരെയും നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രവാസി പദ്ധതിയുടെ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദമാം ഫുഡ് കോർട്ട് പ്രാപ്തി അവർ നൽകുന്നതാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ വിനീതയെ ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഏറ്റവും മാതൃകയായി പ്രവർത്തിക്കാൻ നമുക്ക് പ്രചോദനം നൽകി നമ്മുടെ ഏറ്റവും കൂടെ അടുത്ത് നിൽക്കുന്ന തോളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി AS കൂടിയായ ദീപ മാഡത്തിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ നിലമേൽ CDS ഇനിയും മികച്ച സംരംഭങ്ങളൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇപ്പം ട്രാവൽ ആൻഡ് ടൂറിസത്തിലോട്ട് ചുവടുവയ്പ് ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മള് അതായത് യാത്രകൾ ഡിസൈൻ ചെയ്ത് അതെല്ലാം സക്സസ് ആയി. അങ്ങനെ ഓരോരോ പ്രത്യേക നൂതന ആശയങ്ങളിലൂടെ പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മളിപ്പം ഇതുപോലെ തന്നെ ഇപ്പം അലോവേര പോലെ തന്നെ ഏറ്റവും മികച്ചതായിട്ട് വിവിധ നൂതന ആശയങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. അതെല്ലാം വളരെ സ്പെഷ്യലാണ്. അത് എന്ത് ആശയമാണേലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്കത് ഫലവത്താക്കി അതൊരു മികച്ച സംരംഭത്തിലേക്ക് അത് നേടിയെടുക്കാനായിട്ടും അതിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഏറ്റവും മികച്ച ഒരു മോഡൽ CDS ആയിട്ട് നമ്മുടെ നിലമേൽ CDS മെച്ചപ്പെടട്ടെ. നമുക്ക് അതിനുള്ള എല്ലാ ആശംസകളും എല്ലാ സഹകരണവും ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരിക. നന്ദി. ആരും പോവരുതേ, 5 മിനിറ്റ് കൊണ്ട് നിർത്താം. മതി, 5 മിനിറ്റ് കൊണ്ട് പോവരുത്, ആരും പോവരുത്. 5 മിനിറ്റ് എല്ലാവരും 2 വാക്കിൽ ആശംസ അർപ്പിച്ച് നിർത്തുന്നതാണ്. വാർഡ് മെമ്പർ. ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, നമ്മുടെ കുടുംബശ്രീ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ 21 ലക്ഷം രൂപ നമുക്ക് ഫണ്ടിനത്തിൽ അനുവദിക്കാൻ കഴിഞ്ഞത്. ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ ഈ ഫണ്ട് ഏറ്റുവാങ്ങിയവരും ഇതിനി മറ്റുള്ള കുടുംബശ്രീക്കാർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 13ാം വാർഡിലെ മെമ്പറും എന്റെ സഹപ്രവർത്തകയുമായ ലേഖ എൻ പിള്ളയെ നമ്മുടെ ഈ നല്ല ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ CDS ചെയർപേഴ്സൺ ഷാമില, ഉദ്ഘാടകനായിട്ടുള്ള കൊല്ലത്തിന്റെ ബഹുമാന്യനായ MP, മുഖ്യപ്രഭാഷണം നടത്തിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷെമീന പറമ്പൽ, വൈസ് പ്രസിഡന്റ്, മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാർ, CDS മെമ്പർമാർ, AS, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ ഏറ്റവും സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, സത്യത്തിൽ ഈ ഒരു അങ്കണത്തിൽ വെച്ച് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക്
അറിയാതെ തന്നെ ഒരു വിങ്ങൽ കൂടി നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ വാളാത്ത് RVHS പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ ആ സ്കൂളിന്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ അവിടെ പോയി ഈ കുട്ടികളെ കാണും. പക്ഷെ ഞങ്ങളെ കാണുമ്പോൾ ആ കുട്ടികളുടെ കണ്ണുകൾ നിറയുന്നത് സന്തോഷം കൊണ്ടാണ്. കാരണം ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും അവരുടെ ആംഗ്യങ്ങൾ നമ്മൾ അവിടെ ഒന്നുമല്ലാതായി പോവുകയാണ്. കാരണം സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് അവരെ കൈ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ഇവിടുത്തെ മദറിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ട. കാരണം അവരെടുക്കുന്ന ആ ഒരു എഫർട്ട്, ബഹുമാനിയായ മദറ്, എന്റെ ഏറ്റവും വലിയ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ നമ്മളെ വീടുകളിൽ നമുക്കറിയാം ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുമെന്നുള്ളത്. അപ്പൊ ഇത്രയും കുട്ടികളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി അവർക്കുള്ളിലെ കായിക വാസനകളെ പ്രോത്സാഹിപ്പിച്ച് ഇവര് തന്നെ ഇപ്പം നമുക്കറിയാം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 24-25 സംരംഭക വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി തന്നെ ഇവിടുത്തെ കുട്ടികൾ ഇപ്പം മെഴുകുതിരി നിർമ്മിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ബുക്ക് ബൈൻഡിങ് നിർമ്മിക്കുന്നു. ഇതിനപ്പുറം എന്തൊക്കെയോ അവർക്കറിയാം. പക്ഷെ അവരെ അസിസ്റ്റ് ചെയ്യാൻ, അവരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നേ പറ്റൂ. തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാരുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ നടപ്പിലാക്കിയ 21 ലക്ഷം അല്ലെങ്കിൽ 21.25 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ വഴി സംസ്ഥാന സർക്കാർ ജില്ലാ മിഷന് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് ചെറിയൊരു വിഹിതം മാത്രമാണിത്. 300 കോടിയിൽ പരം രൂപകളാണ് സംസ്ഥാന സർക്കാർ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ. അതിൽ സംരംഭമാകാം, സ്വയം സംരംഭകരാവാം, ഗ്രൂപ്പായിട്ടാവാം, നമുക്ക് എന്താണോ നമുക്ക് എത്താൻ കഴിയുന്ന മേഖല അവിടെ നമുക്ക് എത്തുന്നതിന് വേണ്ടി എന്തുതരം സഹായവും കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ തൊട്ടടുത്ത